രാത്രി ലൈവില് അൻസിബയും ഋഷിയും ജിൻഡോയും അഭിഷേകും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അൻസിബ പറഞ്ഞ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിൽക്കാനായിട്ട് ഒട്ടും ഡിസർവിങ് അല്ലാത്ത ഒരാൾ എന്ന് പറയുന്നത് അത് നോറയാണ് എന്നാണ്. നോറ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് എന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും ഫേക്കായിട്ട് ഇവിടെ നിൽക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇത്രയും ഫേക്കായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അവളുടെ അഭിപ്രായത്തിൽ അവളും പിന്നെ ഒരാളുടെ പേര് പറയുന്നുണ്ട്, ഒരാളും കൂടി ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആ ആളും ഒഴിച്ച് ബാക്കി എല്ലാവരും മോശക്കാരാണ് എന്നുള്ള മട്ടിലാണ് നോറ ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, നോറയുടെ ഐഡിയ ആയിരുന്നു, നോറയാണ് ഇവിടെ റസ്മിനെ പുറത്താക്കിയത് എന്നൊരു കാര്യം ജിൻഡോ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഋഷിയും സമ്മതിക്കുന്നുണ്ട്. ഒരു ദിവസം നോറയും റസ്മിനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ റസ്മിന്റെ കുറ്റങ്ങൾ മാത്രം നോറ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസ്മിന് മിണ്ടാതെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തിനാണ് റസ്മിന് ഇതിരുന്ന് കേൾക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് അവിടെ ഋഷി പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നത്, അവിടെ റസ്മിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു നോറയുടെ ഗെയിം എന്ന് പറയുന്നത്. നോറ അക്കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു. അടുത്തത് പുറത്താക്കാനായിട്ടുള്ള നോറയുടെ പ്ലാനിങ് എന്ന് പറയുന്നത് ശ്രീധുവിനെ അല്ലെങ്കിൽ അൻസിബയെ, ഇവർ രണ്ടുപേരെയുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അൻസിബ പറയുന്നുണ്ട്, ശരിയാണ്, എനിക്ക് തോന്നുന്നുണ്ട് അവൾ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനു മുമ്പ്, അതായത് കഴിഞ്ഞ ദിവസം നോറയും അൻസിബയും തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടില്ല. അതാണ് അൻസിബ, എനിക്ക് ഇപ്പോഴാണ് ഒരു തിരിച്ചറിവുണ്ടായത് അവൾ ഇത്രയും ഫേക്ക് ആണ് എന്നുള്ളത് എന്ന് അൻസിബ പറയുന്നത്. കൂടാതെ അൻസിബ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏത് നേരം നോറ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല, എന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല എന്ന്. പക്ഷേ ഇന്നേ വരെ നോറ ഈ വീട്ടിലുള്ള ആരെങ്കിലും പറയുന്നത് ഇരുന്ന് കേട്ടിട്ടുണ്ടോ എന്ന് അൻസിബ ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം ഒരു പക്ക ചോദ്യമാണ് കേട്ടോ. ഇന്നേ വരെ ഒരാൾ പറയുന്നത് നോറ കേൾക്കാനായിട്ട് അവിടെ തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു കാര്യമാണ്. ഇപ്പോൾ അൻസിബ് ഉദാഹരണം പറയുന്നുണ്ട്, അൻസിബയോ ഋഷിയോ ആരെങ്കിലും എന്തൊരു കാര്യം അവരെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അവിടെ നോറയെ കുറിച്ച് പറയാനായിട്ട് ആരംഭിക്കും. എന്നിട്ട് നോറയ്ക്ക് അങ്ങ് വിശദീകരിക്കാനുണ്ടാവും, അതങ്ങ് വിശദീകരിച്ചുകൊണ്ടിരിക്കും. അതായത് നോറയെ വെളുപ്പിക്കാനും നോറയ്ക്ക് വേണ്ടി സംസാരിക്കാനും മാത്രമേ സമയമുള്ളൂ. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നോറ അത് കേൾക്കാനേ നിൽക്കാറില്ല. അപ്പോഴേക്കും ഒന്നല്ലെങ്കിൽ മാറിപ്പോവും, അല്ലെങ്കിൽ നോറയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഈ വീട്ടിൽ നിൽക്കാനായിട്ട് ഒട്ടും യോഗ്യതയില്ലാത്ത മത്സരാർത്ഥിയാണ് നോറ എന്നാണ് ഇപ്പോൾ അവരവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.